strike on the terror camps were undertaken through precision capability, as shown to you. A niche technology weapons with careful selection of warheads was ensured so that there will be no collateral damage. The point of impact in each of the target was a specific building or a group of buildings. All the targets were neutralized with clinical efficiency, and the results reiterate the professionalism of the Indian Armed Forces in the planning and execution of their operations. No military establishments were targeted. India has demonstrated considerable restraint in its response. However, it must be said that the Indian Armed Forces are fully prepared to respond to Pakistani misadventures, if any, that will escalate this situation. Jai Hind, and thank you very much. Ladies and gentlemen, friends in the media, I ask your indulgence today in view of the fact that this is still an evolving situation. We will therefore not be able to take questions and answers today, but we will come back for more updates and more briefings shortly. Thank you all very much for joining us this morning. Thank you. Jai Hind. മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനം വിദേശകാര്യ വക്താവ് ലഫ്റ്റനന്റ് കേണൽ സോഫിയ പോൾ, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവർ ചേർന്നാണ് ആ വാർത്താ സമ്മേളനം നടത്തിയത്. വളരെ കൃത്യമായി ഒരു നട്ഷലിൽ പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്ന ഒരു വാർത്താ സമ്മേളനം. കൃത്യമായി 9 കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്, 9 കേന്ദ്രങ്ങളിൽ നമ്മൾ ലക്ഷ്യം വെച്ചത് ഏതൊക്കെയാണ്, എന്തായിരുന്നു ലക്ഷ്യം, എങ്ങനെയൊക്കെയായിരുന്നു ആ ക്ലിനിക്കൽ പൊസിഷനിലെ ആക്രമണം എന്നത് വളരെ കൃത്യമായി തന്നെ പറയുകയായിരുന്നു. ഏറ്റവും പ്രധാനം സഫായ് നാല ക്യാമ്പ്, സൈദ്ന ബിലാൽ ക്യാമ്പ് മുസാഫറാബാദ്, ഗുൽപൂർ ക്യാമ്പ് കോട്ട്ലി, അവർ ഈ പറയുന്ന ലഷ്കർ ടോബയുടെ ബേസ് ക്യാമ്പാണ് 30 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ. ബർനാല ക്യാമ്പ് 9 കിലോമീറ്റർ അകത്തുള്ളത്. അവിടെ പ്രധാനമായും IED അടക്കമുള്ള സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്ന, അവർക്ക് പരിശീലനം നൽകുന്ന ക്യാമ്പ്. കോട്ട്ലിയിലെ അബ്ബാസ് ക്യാമ്പ്, അവിടെയും ഈ പറഞ്ഞ ലഷ്കർ തോയ്ബ ഭീകരർ ഉള്ള സ്ഥലമാണ്. 13 കിലോമീറ്റർ ദൂരം. അവിടെ ഈ 15 ഭീകരവാദികൾക്ക് എന്ന് പറഞ്ഞാൽ 15 ടോപ്പ് ഭീകരവാദികൾക്ക് ഒരേ സമയം പരിശീലനം നൽകി അയക്കാനുള്ള സംവിധാനങ്ങളുള്ള സ്ഥലം എന്നാണ് അവിടെ പറയുന്നത്. 3 പിന്നെ പാകിസ്ഥാനകത്തേക്ക് കയറി സർജാൽ ക്യാമ്പ് സിയാൽകോട്ടിന് 6 കിലോമീറ്റർ അകലെയാണ് അതുള്ളത്. മഹ്മൂന ക്യാമ്പ് 12 കിലോമീറ്റർ അകലെയുള്ള ഹിസ്ബുള്ള ക്യാമ്പാണ്, ഹിസ്ബു ക്യാമ്പാണ് അവിടെ ഉള്ളത്. മർക്കസ് തൈവെ മുറിഡ് കെ ക്യാമ്പ്, അത് പ്രധാനപ്പെട്ടതാണ്. മുംബൈ ഭീകരാക്രമണത്തിലെ ഭീകരവാദികൾക്ക് പരിശീലനം നൽകിയ സ്ഥലം അതാണെന്ന് പറഞ്ഞു. അജ്മൽ കസബ്, ഡേവിഡ് കോൾമാൻ ഹെഡ്ലി അടക്കമുള്ളവർക്ക് പരിശീലനം നൽകിയ സ്ഥലം ഈ പറയുന്ന മുറിഡ് കെയിലെ മർക്കസ് തൈബ ക്യാമ്പാണ്. ആ ക്യാമ്പ് തകർത്തു. മർക്കസ് സുബ്ഹാനല്ലാഹ് ഭവൽപൂര്, അത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. ഇൻഡോക്ട്രിനേഷൻ, ഈ പറയുന്ന രീതിയിൽ തലച്ചോറ് മാറ്റുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ തലച്ചോറിലേക്ക് വിഷം കുത്തിവെച്ച് ഇന്ത്യ വിരുദ്ധത അവരിലേക്ക് കയറ്റുന്ന പരിപാടി അടക്കം നടക്കുന്ന സ്ഥലം ഈ പറയുന്ന മർക്കസ് സുബ്ഹാനല്ലാഹ്. അതിൻ്റെ കൃത്യമായ ദൃശ്യങ്ങൾ കാണിച്ചു. ഓൺ ടൈം ലൈവായി ആ സമയത്തുണ്ടായിരുന്ന ഈ പറയുന്ന ആക്രമണത്തിനുള്ള നിർദ്ദേശങ്ങളടക്കം കൊടുക്കുന്ന കൃത്യമായ തെളിവ്, കൃത്യമായ ലോകത്തിന് മുന്നിൽ കൃത്യമായ പ്രൂഫ് അടക്കം വെച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനം. ഈ പറയുന്ന ക്യാമ്പുകളിൽ തോക്കേന്ത്യ ഭീകരവാദികൾ കൊല്ലപ്പെട്ട് കിടക്കുന്ന ദൃശ്യങ്ങളടക്കം അവിടെ കാണാം. ഏതെങ്കിലും തരത്തിൽ സംശയങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല, ഏതെങ്കിലും തരത്തിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. എല്ലാ കാര്യങ്ങളും ക്രിസ്റ്റൽ ക്ലിയറാണ്. ഏറ്റവും ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ഞങ്ങൾ ഒരൊറ്റ പൗരന്മാരുടെ പോലും ജീവൻ എടുത്തിട്ടില്ല, ഞങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും പട്ടാള കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചിട്ടില്ല, ഞങ്ങൾ കൃത്യമായ കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, അതല്ലാതെ എന്തെങ്കിലും മിസ്അഡ്വഞ്ചർ കാണിക്കാനാണ് ഉദ്ദേശമെങ്കിൽ തിരിച്ചടിക്കാൻ ഞങ്ങൾ പൂർണ്ണ തൃപ്തരാണ്, ഞങ്ങൾ പൂർണ്ണ പ്രാപ്തരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്താ സമ്മേളനം അവിടെ പൂർത്തിയായത്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, ലഫ്റ്റനന്റ് കേണൽ സോഫിയ ഖുറൈഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവർ ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൻ്റെ വിവരങ്ങളാണ്. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, കൃത്യമായി എന്താണ്, എത്രത്തോളം പ്രിസൈസ് ആയിട്ടാണ്, എത്രത്തോളം ക്ലിനിക്കലായിട്ടാണ്, എത്രത്തോളം കറക്റ്റും ഷാർപ്പുമായിട്ടാണ് നമ്മുടെ ആക്രമണം എന്നതിനെക്കുറിച്ചുള്ള ഒരു നീറ്റ് ആൻഡ് ക്ലിയർ വാർത്താ സമ്മേളനം അച്യുതൻ? തീർച്ചയായിട്ടും ഹാഷ്മി, അത്തരത്തിൽ പൂർണ്ണമായി വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. അതിൽ കൃത്യമായ കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. കാരണം ഈ വാർത്താ സമ്മേളനം ആരംഭിക്കുന്നത് തന്നെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണങ്ങളുടെ ഭീതി പടർത്തിയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ അത് ചേർത്ത് വച്ച ഒരു ഹ്രസ്വമായിട്ടുള്ള ഒരു വീഡിയോ അത് പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം ആരംഭിക്കുന്നത്. അതിൽ തുടക്കത്തിൽ തന്നെ ഈ പഹൽഗാം ഇരകൾക്ക് നീതി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ അത് ആവിഷ്കരിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി.
TRF എന്ന സംഘടന അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു. തിരിച്ചടി നൽകും, ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടി നൽകുമെന്ന കാര്യം തുടക്കത്തിൽ തന്നെ ഇന്ത്യ വ്യക്തമാക്കിയതാണ്. അന്വേഷണത്തിൽ TRFന് പാക് പിന്തുണ ലഭിച്ചതായുള്ള കാര്യങ്ങൾ തെളിഞ്ഞു. അങ്ങനെ ഒടുവിൽ ഇന്ന് പുലർച്ചെ രാജ്യം തിരിച്ചടിച്ചു. അത് അനിവാര്യമായ ഒന്നായിരുന്നു എന്നാണ് ഈ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞത്. തീവ്രവാദികൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കുമാണ് രാജ്യം ഇന്ന് പുലർച്ചെ മറുപടി നൽകിയത്. അതൊരു കൃത്യമായ മറുപടിയായിരുന്നു എന്ന ന്യൂസ് ഡെസ്കിൽ ദിലീപ് കുമാർ തുടരുന്നു. ദൃശ്യങ്ങളടക്കം കുറച്ചുകൂടി എന്താണ് പ്രേക്ഷകരോട് അത് പറയാനുണ്ടാകണം. ദിലീപ് കുമാർ, ഓരോരോ ഇപ്പോൾ ലഫ്റ്റനന്റ് കേണൽ സോഫിയ ഖുറേഷിയുടെ വാർത്താ സമ്മേളനം തുടങ്ങുമ്പോൾ ആഫ്റ്റർ സ്ട്രൈക്ക് 1, ആഫ്റ്റർ സ്ട്രൈക്ക് 2 എന്നിങ്ങനെ മട്ടിൽ ടാർഗറ്റുകൾ എങ്ങനെയാണ്, ഏതാണ്, അവിടെ ഏത് സമയത്ത് ഏത് രീതിയിൽ ആക്രമണം നടത്തി, അവിടെ ഉണ്ടായ കാഷ്വാലിറ്റീസ് എത്രയാണ്, എന്തുകൊണ്ട് ഒറ്റ കൊളാട്രൽ ഡാമേജ് ഉണ്ടായില്ല തുടങ്ങി ഈ വാർത്താ സമ്മേളനം കാണുന്ന ലോകത്താർക്കും ഒരു സംശയം, ഏതെങ്കിലും തരത്തിൽ കൺഫ്യൂഷൻ ഇല്ല. ദിലീപ് കുമാർ. ഹാഷ്മി, 24 മിസൈലുകൾ, 9 ഇടങ്ങൾ, അത് 25 മിനിറ്റിന് താഴെ, കൃത്യമായി പറഞ്ഞാൽ 23 മിനിറ്റ് വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും സൈനിക വക്താക്കളും ഇക്കാര്യം വിശദീകരിച്ചിരിക്കുകയാണ്. ഏതു തരത്തിലാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ഇന്ത്യ ആക്രമിച്ച് തകർത്തത് എന്ന കാര്യമാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നയതന്ത്രപരമായ കാര്യങ്ങൾ അതാണ് പ്രധാനമായും വിശദീകരിച്ചതെങ്കിൽ സൈനിക നീക്കങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത് ഇതാദ്യമായി 2 യുവ വനിതാ ഉദ്യോഗസ്ഥരാണ് സൈനിക നീക്കങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് ഈ സൈനിക നീക്കങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത്. ജനങ്ങൾക്ക്, പാകിസ്ഥാനിലെ ഏതെങ്കിലും സാധാരണക്കാർക്ക് ഈ ആക്രമണത്തിന് ഇരയാകേണ്ടി വന്നിട്ടില്ല, അവർക്ക് പരിക്കുകൾ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അവരെ ഈ ആക്രമണം ബാധിച്ചിട്ടില്ല. സൈനിക താവളങ്ങൾ പാകിസ്ഥാൻ്റെ, അവിടെയും ഈ ആക്രമണം ഉണ്ടായില്ല. ആക്രമണമുണ്ടായത് ഭീകരരുടെ താവളങ്ങളിൽ മാത്രമാണ്. ഭീകര താവളങ്ങൾ 9 സ്ഥലങ്ങളിൽ നിലംപരിശാക്കിയെന്ന കാര്യവും ഈ സൈനിക വക്താക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഈ 9 ഭീകര താവളങ്ങളും ഇന്ത്യയിൽ പലപ്പോഴായി ഭീകരാക്രമണങ്ങൾ നടത്തിയിട്ടുള്ള സംഘടനകൾ ലഷ്കർ-ഇ തൊയ്ബ, ജയ്ഷെ മുഹമ്മദ് എന്നിവരുടെ കേന്ദ്രങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ ആസ്ഥാനങ്ങൾ നിന്നിരുന്ന സ്ഥലങ്ങളാണ് ഈ ആക്രമണം നടത്തിയിട്ടുള്ളത്. ബഹവൽപൂരിലെ മർക്കസ് സുബാനുള്ള എന്ന് പറയുന്ന ആ പള്ളിയും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന അതിൻ്റെ സമീപ ഇവരുടെ പരിശീലന കേന്ദ്രങ്ങളും, അത് ജയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മൗലാന മസൂദ് അസറിൻ്റെ ജന്മസ്ഥലമാണ് ഈ ബഹവൽപൂർ. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അവരുടെ ഡിഫാക്റ്റോ ചീഫായിട്ടുള്ള മുഫ്തി അബ്ദുൾ റഫ് അസർ ഈ സ്ഥലത്താണുള്ളത്. ഇതുകൂടാതെ അവരുടെ പ്രധാനപ്പെട്ട കമാൻഡർമാരെല്ലാം ഇവിടെയാണുള്ളത്. അവിടമാണ് ഇന്ന് പുലർച്ചെ സൈന്യത്തിൻ്റെ മിന്നലാക്രമണത്തിൽ അവിടം തകർന്ന് തരിപ്പണമായത്. പല ആക്രമണങ്ങൾക്കും, പ്രത്യേകിച്ച് പുൽവാമ ഭീകരാക്രമണത്തിന് പരിശീലനം നൽകിയത്, ആ ഭീകരർക്ക് പരിശീലനം ഈ സ്ഥലത്തായിരുന്നു. മർക്കസ് സുബാനല്ല ബഹവൽപൂർ ആ സ്ഥലത്താണ്. അത് രാജസ്ഥാൻ, അതിൻ്റെ ഒരു പ്രത്യേകത, മറ്റ് സ്ഥലങ്ങളൊക്കെ കശ്മീരിനോട് നിയന്ത്രണ രേഖയോടൊക്കെ ചേർന്നിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ടെങ്കിൽ പാകിസ്ഥാനിലെ 4 സ്ഥലങ്ങളുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് ബഹവൽപൂർ. അത് രാജസ്ഥാൻ, ശ്രീഗംഗാനഗർ രാജസ്ഥാൻ അതിർത്തി, അത് കഴിഞ്ഞ് താർ മരുഭൂമി, വിശാലമായി കിടക്കുന്ന താർ മരുഭൂമി, അതിനപ്പുറത്തുള്ള സ്ഥലമാണ് ഈ ബഹവൽപൂർ. കറാച്ചി ദേശീയപാത പാകിസ്ഥാനിലെ കടന്നു പോകുന്നത് ഈ വഴിയാണ്. അവിടെയുള്ള മർക്കസ് സുബാനുള്ള ഇന്ത്യ വിരുദ്ധ പ്രസംഗം പതിവാക്കിയ യുവാക്കളെ